മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇത്ര നേരം. ഇനി കാണാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകൾ. ശ്രീനാരായണീയ ദർശനം മാനവികതയിൽ ഊന്നിയതെന്ന മുഖ്യമന്ത്രി. ദൈവദശകം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമാക്കണമെന്ന് സ്വാമി സച്ചിദാനന്ദ. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. സംസ്ഥാനത്ത് 281 കോവിഡ് കേസുകൾ, 3 മരണം കൂടി സ്ഥിരീകരിച്ചു. രാജ്യത്ത് സ്ഥിരീകരിച്ചത് 743 കേസുകൾ. KPCC എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത്. കെ സുധാകരന് പകരം ചുമതല നൽകുന്നതിൽ തീരുമാനമുണ്ടാകും. ICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ പ്രത്യേകം കണ്ടു. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കൊച്ചിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ. ഫോർട്ട് കൊച്ചിയിൽ വൻ പോലീസ് സുരക്ഷ. പപ്പാഞ്ഞിയെ കത്തിക്കൽ പരേഡ് ഗ്രൗണ്ടിൽ മാത്രം. വെളി ഗ്രൗണ്ടിലെ പരിപാടിക്ക് വിലക്ക്. മകരവിളക്കുത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് 26,000 പേർ. തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് അയവില്ല. ദുരിതാശ്വാസ വാഹന വ്യൂഹത്തിന് നേരെയും ആക്രമണം. അപലപിച്ച ഐക്യരാഷ്ട്ര സഭ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി നോക്കാം. ശ്രീനാരായണ ദർശനം മാനവികതയിൽ ഊന്നിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 91ാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദൈവദശകം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമാക്കണമെന്ന് സ്വാമി സച്ചിദാനന്ദയും പറഞ്ഞു. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഒരു വർണ്ണാഭമായ ചടങ്ങ് തന്നെയായിരുന്നു 91ാമത് ശിവഗിരി തീർത്ഥാടനം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഒട്ടേറെ വിഷയങ്ങളാണ് അദ്ദേഹം ഈ ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഈ ഒരു